ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകം നക്ഷത്രം ചിങ്ങം രാശി. ഈ നക്ഷത്രക്കാരുടെ വിജയങ്ങളും അതുപോലെ തന്നെ പരാജയങ്ങളും, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പരാജയത്തിൽ നിന്ന് വിജയങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും, ഏതൊക്കെ മേഖലകളാണ് ഇവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, വിദ്യ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, കുടുംബം, തൊഴിൽ, ധനം വിനിയോഗിക്കേണ്ട രീതി, ഇവർ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ശത്രുക്കൾ, ഇതൊക്കെ ആണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥന. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഗ്രഹനില നോക്കുന്നതിനും, വിവാഹ തടസ്സമായാലും അതുപോലെ തൊഴിൽ തടസ്സമായാലും മറ്റ് സാമ്പത്തിക രംഗങ്ങളെ കുറിച്ച് ഒക്കെ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. മകം നക്ഷത്രക്കാരായിരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെ കാര്യപ്രാപ്തിയുള്ളവരാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കും. അത് ഒരു കുടുംബത്തായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഒരു സ്ഥാപനത്തിലായാലും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അത് ഭരണശക്തി കൂടുതലായിരിക്കും. ഗൃഹത്തിലുള്ള എല്ലാവരുടെയും സംരക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ്. അത് പുരുഷന്മാരായാലും അങ്ങനെയാണ്. പുരുഷന്മാരായിരുന്നാലും അവർക്ക് ഒരു മാതൃതുല്യമായ ഒരു വാത്സല്യം, സ്ത്രീ സഹജമായ ഒരു വാത്സല്യം, മറ്റുള്ളവരോട് ഒരു കരുതൽ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതാണ് മകം നക്ഷത്രത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. മകം നക്ഷത്രക്കാർ എപ്പോഴും ധീരത പ്രകടിപ്പിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. അതായത് മകം നക്ഷത്രത്തിൻ്റെ രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. ആ ചിങ്ങം രാശി സിംഹരാശി എന്നാണ് അറിയപ്പെടുന്നത്. സിംഹം കാട്ടിലെ രാജാവാണല്ലോ എന്ന് പറയുന്നത് പോലെ ഈ നക്ഷത്രക്കാർ താഴ്ന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്നവരായാലും ഉയർന്ന ജോലി ചെയ്യുന്നവരായാലും സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരായാലും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു നായകത്വം വന്നു ചേരും. അത് മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് വിജയം. ഈ നക്ഷത്രക്കാർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അസുരഗണക്കാരായ ഈ നക്ഷത്രക്കാർ ത്യാഗമനോഭാവമുള്ളവരും മുന്നേറ്റത്തിന് ശ്രമിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അപമാനിതരാക്കി, കൊള്ളുകേലാത്തവരാക്കി കുറ്റം പറഞ്ഞ് പുറത്താക്കുവാൻ വ്യഗ്രത ചില ശത്രുക്കൾ കാണിക്കാറുണ്ട്. ശത്രുതാ മനോഭാവവും വർദ്ധിച്ചിരിക്കും. അതൊന്നും പരിഗണിക്കാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. വിജയം ഉറപ്പായിട്ടും ലഭിക്കും. ആദ്യമൊക്കെ ആവേശത്തോടുകൂടി പ്രവർത്തനത്തിനിറങ്ങുന്ന ഇവർ ചില സന്ദർഭങ്ങളിലെങ്കിലും ആരംഭശൂരത്വം പോലെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് സജ്ജമായിരിക്കുകയില്ല. അതൊരു ന്യൂനതയാണ്. അങ്ങനെ പാടില്ല. വിജയം കണ്ടേ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാവൂ. അതാണ് ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
മകം നക്ഷത്രക്കാർ പ്രവർത്തിച്ച് മുന്നേറി ഫലം കിട്ടാറാകുമ്പോൾ അത് ഒരുപക്ഷെ ആ പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അത് മറ്റുള്ളവരുടെ ആരുടെയും പ്രേരണ മുഖാന്തരം ഒക്കെ തൊഴിലുകളായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും രാഷ്ട്രീയ രംഗത്തായാലും സംഘടനാപരമായിട്ടായാലും ഒക്കെ ചില സന്ദർഭങ്ങളിൽ ഒതുങ്ങിക്കൂടിക്കളയും. സിംഹം ഗുഹയിൽ ഒളിക്കുന്നത് പോലെ. അങ്ങനെയല്ല വേണം. രംഗത്ത് വരും എങ്കിൽ വിജയം ഉറപ്പായിട്ടും കിട്ടും. ഇവർ പുരുഷ യോനിയുള്ള നക്ഷത്രക്കാരാണ്. അത് ചില സന്ദർഭങ്ങളിൽ ആരോടായാലും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് കാര്യം പറയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുക വഴി മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും വളരെ സ്നേഹമായിരിക്കും. അതുപോലെ സമൂഹത്തിൽ നല്ല മാന്യതയും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് വിദ്യാപരമായിട്ട് വിജയങ്ങളും വന്നു ചേരും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി. ഗുരുക്കന്മാർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ള നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. അതുവഴി വിദ്യ അഭിവൃദ്ധി വന്നു ചേർന്ന് വിജയങ്ങൾ വന്നു ചേരുന്നതിനും സൂചനയുണ്ട്. പണം വന്നു കഴിഞ്ഞാൽ ഇവർ ചിലവാക്കുന്നതിൽ ഒരു ശ്രദ്ധ കാണിക്കാറില്ല. ആഡംബരത്തിനായിട്ടും അതുപോലെ റീസെയിൽ വാല്യൂ ഇല്ലാത്ത പല സാധനങ്ങളും വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയും ചിലപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞ് വേസ്റ്റായി പോവുക, ഉപയോഗിക്കാൻ ആളില്ലാതെ വരിക, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരിക. അങ്ങനെ ധാരാളം ധനം പിന്നീട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ധനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതിനാൽ പർച്ചേസിങ് ചെയ്യുന്ന രംഗങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങേണ്ടതാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് 1000 രൂപയുടെ വാങ്ങിച്ചു കളയും. അപ്പോൾ 900 രൂപ നമ്മുടെ ഡെഡ് മണിയായി. 100 രൂപയുടെ സാധനത്തിൻ്റെ ഉപയോഗമേ ഒരു പക്ഷേ ഉണ്ടായിരിക്കുകയും. അതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ നക്ഷത്രക്കാർ. പെട്ടെന്ന് പ്രകോപിക്കുന്ന ഒരു രീതിയും ഇവർക്ക് ഉണ്ടാകാം. അത് ചില ശത്രുക്കളെ ഉണ്ടാക്കുവാൻ സൂചനയുണ്ട്. ആയതിനാൽ പ്രകോപിതരാകാതിരിക്കുക. പൊതുവെ നല്ല സഹായ മനസ്കര് ആയിരിക്കും ഈ നക്ഷത്രക്കാർ. സഹോദര സ്ഥാനീയരെ ആയാലും സഹപ്രവർത്തകരെ ആയാലും കീഴ് ജീവനക്കാരെ ആയാലും സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെയൊക്കെ ആയാലും സഹായിക്കുവാനുള്ള ഒരു സന്മനസ്സും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ട് മഹാദേവനെ ഭജിക്കുകയും നാഗരാജാവിന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.